കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹോസ്റ്റൽ വാർഡനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്ന് സഹപാഠികൾ പറഞ്ഞു. ചൈതന്യ എന്ന് പറയുന്ന കൊച്ചു ഞങ്ങൾ ഇപ്പം 3rd ഇയർ ബാച്ചിലുള്ളത്. ഇന്നലെ മിനിഞ്ഞാന്ന് നമുക്ക് വയ്യാണ്ടായിട്ട് ഇന്നലെ ഒരു ലേറ്റായി. കാഷ്വാലിറ്റി ഇവിടെ വന്നിട്ട് ഫ്ലൂയിഡ് ഇട്ടിട്ട് കയറി പോകുമ്പോൾ ലേറ്റായി. അപ്പോൾ വാർഡൻ വിളിച്ചു പറഞ്ഞു 1 മണിയായി എന്ന് പറയും. പക്ഷെ അവൾ 1 മണി ആയിട്ടില്ല. പിറ്റേത് 12 മണി കറക്റ്റ് ആയപ്പോൾ വന്നു. ക്യാമറയിൽ തെളിവുണ്ട്. എന്നിട്ട് ഈ മാഡംസിനോട് പോയിട്ട് പറഞ്ഞു അവൾ 1 മണിയായി കയറി വരുമ്പോൾ 1 മണി വരെ ഒരു കാഷ്വാലിറ്റി കുത്തിയിരുന്നു. കാഷ്വാലിറ്റി കുത്തിയിരുന്നെങ്കിൽ അതിന് കാരണം അവൾക്ക് ഫ്ലൂയിഡ് തീരാൻ വേണ്ടി കാത്തിരുന്നേ. കാരണം അത്രയും വീക്കായിട്ടുള്ള കുട്ടി അവള്. വിവരങ്ങളുമായിട്ട് സരീഷ് പി കെ ചേരുന്നു. സരീഷ്, ഈ പെൺകുട്ടി ആദ്യം പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ വേണം, വാർഡന്റെ മാനസിക പീഡനമെന്ന് സഹപാഠികൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നറിയണം. ഈ പെൺകുട്ടി ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ പെൺകുട്ടി മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ പെൺകുട്ടിയുടെ നില എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അവിടെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലേക്ക് കുട്ടിയെ മാറ്റി എന്നാണ് അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവും എന്നാണ് മനസ്സിലാവുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ കുട്ടിയെ ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കൾ തന്നെയാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ കുറച്ച് നാളുകളായി ഈ പെൺകുട്ടിയും ഈ ഹോസ്റ്റൽ വാർഡനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഷെയർ ചെയ്തിരുന്നല്ല. പക്ഷേ തുടർച്ചയായി ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയും ഈ കാരണങ്ങൾ കണ്ടെത്തി ഈ പെൺകുട്ടിയെ വിമർശിക്കുകയും ഒപ്പം തന്നെ തെറിവിളിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ നമ്മളോടൊക്കെ പറഞ്ഞത്. അതായത് കാരണങ്ങൾ ഉണ്ടാക്കുകയും കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക, സമയത്തെത്തിയാൽ പോലും വിമർശനങ്ങൾ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഈ വാർഡൻ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഹോസ്റ്റലിലെ ഒപ്പം തന്നെ മുറിയിൽ താമസിക്കുന്നവരൊക്കെ നമ്മളോട് പറയുന്നത്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് സുഹൃത്തുക്കളുമായും ഈ കുട്ടി പങ്കുവച്ചിട്ടില്ല. പക്ഷെ എന്തായാലും കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിയെ മുറിയിൽ ഈ അവശനിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിലും ഈ കോളേജിലും നഴ്സിംഗ് കോളേജിലും ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിഷേധിക്കുന്ന കുട്ടികൾക്കും ഈ വാർഡനുമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? അവർക്കും ഈ വാർഡന്റെ ഭാഗത്ത് നിന്ന് മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരു പരാമർശം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ പെൺകുട്ടിയെ മാനസികമായി ഹരാസ്മെന്റ് ചെയ്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ പലപ്പോഴും എത്താൻ വൈകി എന്നൊക്കെ ഒരു രീതിയിൽ, അതായത് സമയത്തിന് മുൻപ് എത്തിയാൽ പോലും വിമർശനം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ മോശമായി പരാമർശം നടത്തുകയും ചെയ്യുന്ന സമീപനം ഈ വാർഡനുണ്ട് എന്ന് പല കുട്ടികളും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇല്ലാത്ത പരാതികൾ അധ്യാപകരോട്, അതായത് ഈ വാർഡൻ എന്ന രീതിയിൽ പെൺകുട്ടികൾ വൈകി എത്തുന്നു, അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ പോലും വാർഡൻ എന്ന രീതിയിൽ കോളേജിലെ അധ്യാപകരോട് ഷെയർ ചെയ്യുന്നു. അതും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ് ആളുകൾക്ക് മുന്നിൽ നാണം കെടുത്തുന്ന രീതി ഈ വാർഡനുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വകുപ്പ് തലത്തിൽ അന്വേഷണം, അതായത് ഇതുമായി ബന്ധപ്പെട്ട കോളേജ് തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അതുമായി ഏതെങ്കിലും രീതിയിൽ കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. കൂടുതൽ ഈ ആദ്യഘട്ടത്തിൽ പ്രതിഷേധം ഉയരുന്നത് ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്നാണ്. ഈ വാർഡനെതിരെ കൃത്യമായി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം, അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി സരീഷ്, കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വകാര്യ നഴ്സിംഗ് ഹോസ്റ്റലിൽ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. വാർഡനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ്.